ഹലോ ഗൈസ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മുടെ വീട്ടിലെ ഹണി ഉണ്ടല്ലോ, തേൻ എങ്ങനെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താം, അതിൻ്റെ ഗുണങ്ങളും എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള വീഡിയോ കൊണ്ടുവരാമെന്നല്ലേ. അപ്പം ഇന്നാണ് ഞാൻ വന്നിരിക്കുന്നത് ഗൈസ്, തേനും കൊണ്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. തേനിൻ്റെ യഥാർത്ഥ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, പിമ്പിൾസൊക്കെ മാറുമോ, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തിനാണ് തേൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് തേൻ സ്കിൻ കെയറിൽ ഉപയോഗിക്കുന്നത് നോക്കാം അല്ലേ. തേൻ എന്ന് പറയുന്നത് ഒരു നേച്ചുറൽ ഹ്യൂമക്റ്റൻ്റ് ആണ്. നമ്മുടെ ചർമ്മത്തിലോ അല്ലെങ്കിൽ മുടിയിലോ അല്ലെങ്കിൽ സ്കിന്നിലോ ഈർപ്പം നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യണ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളുണ്ടല്ലോ, ഇവയാണ് നമ്മൾ ഹ്യൂമക്റ്റൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്തരീക്ഷത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നോ ജലാംശം വലിച്ചെടുത്ത് ഈർപ്പം നിലനിർത്താനായിട്ട് ഇവ സഹായിക്കും. അതാണ് ഹ്യൂമക്റ്റൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ തേൻ എന്ന് പറയുന്നത് ഈ ഗണത്തിൽ പെടുന്ന ഒരു ഐറ്റം ആണ്. അതായത് നമ്മുടെ ചർമ്മത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് ഈർപ്പം അട്രാക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല, തേനിൽ ചില പ്രകൃതിദത്തമായ അല്ലെങ്കിൽ നേച്ചുറൽ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ വരണ്ടിരിക്കുന്ന സ്കിന്നിനൊക്കെ നല്ല സ്മൂത്ത് ആകാനായിട്ട് അല്ലെങ്കിൽ നല്ല മൃദുവാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, തേൻ എന്ന് പറയുന്നത് ഒരു മെഡിസിൻ ഒന്നുമല്ല. ആക്നെ അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ ഉണ്ടല്ലോ, അതും അല്ലെങ്കിൽ സ്കിൻ ഡിസീസുകൾ, ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് തേൻ യൂസ് ചെയ്യാം എന്നുള്ള തെറ്റിദ്ധാരണ അതൊന്നും വേണ്ട കേട്ടോ. അടുത്തത് നമ്മൾ പറയാൻ പോണത് തേനിന്റെ ഗുണങ്ങളെ കുറിച്ചാണ്. എൻ്റെ കയ്യിൽ നേച്ചുറൽ ആയിട്ടുള്ള തേൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പം യൂസ് ചെയ്യാനായിട്ടാണ്, വേസ്റ്റ് ആകണ്ടെന്ന് വെച്ചിട്ടാണ് കുറച്ചെടുത്തിട്ടുള്ളത്. തേനിന്റെ ഗുണങ്ങളാണ് നമ്മൾ അടുത്ത ഇനി നോക്കാൻ പോണത് കേട്ടോ. ഫസ്റ്റ് വണ് മോയ്സ്ചറൈസിങ് ആണ്. അതായത് ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കാനായിട്ട് ഒരുപാട് തേൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേത് സോഫ്റ്റ് സ്കിൻ ആണ്. അതായത് തേൻ യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നുണ്ടല്ലോ സോഫ്റ്റായി ഇരിക്കും കേട്ടോ. അടുത്തത് മൂന്നാമത്തേന്ന് പറയുന്നത് സൂതിങ് എഫക്റ്റ് ആണ്. അതായത് ചെറിയ ഡ്രൈനെസ് അല്ലെങ്കിൽ ഇങ്ങനെ സ്കിന്ന് ഭയങ്കര ടൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കണ പോലെ തോന്നില്ലേ, അപ്പോൾ അതൊക്കെ കുറയ്ക്കാനായിട്ട് തേൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അടുത്തത് നാച്ചുറൽ ഗ്ലോ ആണ്. നാച്ചുറൽ ഗ്ലോ എന്ന് പറയുമ്പോൾ നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കല്ലേ, അങ്ങനെ ആയിരിക്കണ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര ഗ്ലോ തോന്നിക്കും, കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ട് കാണപ്പെടും. പക്ഷേ ഇത് ബ്രൈറ്റനിങ്ങോ അല്ലെങ്കിൽ വെളുപ്പിക്കണ ഒരു സാധനം അല്ല കേട്ടോ. അടുത്ത് വന്നിട്ട് തേൻ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് നോക്കാം. എപ്പോഴത്തെയും പോലെ ജെന്റിലായിട്ടുള്ള ക്ലെൻസർ വെച്ചിട്ട് നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ വാഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി 1 ടീസ്പൂൺ തേൻ എടുക്കുക. അപ്പോൾ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ, 1 ടീസ്പൂൺ തേൻ എടുക്കുക. ഇത് നമ്മുടെ സ്കിന്നിൽ തേച്ച് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് വേറെ ഒന്നും വേണ്ട, റോ ആയിട്ടുള്ള ഹണി തേച്ച് കൊടുക്കുക. ഹണി തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് തോന്നുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാലേ, കണ്ടോ, നമുക്ക് നക്കാൻ തോന്നും. എനിക്കെങ്ങനെയാണ് കേട്ടോ, നിങ്ങളും അങ്ങനെയാണെന്ന് വിചാരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഹണി ഉണ്ടല്ലോ, തേൻ നമ്മുടെ മുഖത്തൊക്കെ പരട്ടുമ്പോൾ കുറച്ചിനെ ഇത് ഭയങ്കര ഇപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടല്ലേ ഇരിക്കണത്. സ്കിന്നിൽ പരട്ടിയതിന് ശേഷം ഇതൊന്ന് ലൂസ് ആവാൻ തുടങ്ങും. ലൂസ് ആകുമ്പോണ്ടല്ലോ ഇത് നമ്മുടെ ചുണ്ടിലേക്കൊക്കെ ഇറങ്ങും, അപ്പോൾ നമുക്ക് നക്കാൻ തോന്നും. അങ്ങനെയാണ് ഒരുവിധം എല്ലാവർക്കും ഞാൻ വിചാരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം 10-15 മിനിറ്റ് മാത്രം വെക്കാം കേട്ടോ. അതിനുശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇളം ചൂടുവെള്ളത്തിൽ വേണം, വാം വാട്ടറിൽ വേണം നമ്മൾ കഴുകിക്കളയാനായിട്ട്. ഓടിപ്പോയി പച്ചവെള്ളത്തിൽ കഴുകരുത്. തേൻ പുരട്ടി 10-15 മിനിറ്റിന് ശേഷം നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകി കളയാം കേട്ടോ. ഇതും ആഴ്ചയിൽ 1-2 പ്രാവശ്യം മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ സ്കിന്നിൽ അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ എടുത്ത് കഴിയുമ്പോഴേക്കും ഒരു 15 മിനിറ്റ്സ് ആവും. അപ്പോൾ ഞാൻ പോയി കഴുകിക്കളയാം, അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ തേൻ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഹണി ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന മിസ്റ്റേക്സുകൾ എന്താണെന്ന് നോക്കാം അല്ലേ. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ ഹണിയും ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ, നാരങ്ങാനീര്, തേനും നാരങ്ങാനീരും കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യണത്. എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും പറ്റണമെന്നില്ല. ചിലവർക്ക് നന്നായിട്ട് സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കട്ടിയായിട്ട് പരട്ടിയിട്ട് കുറേ നേരം നമ്മൾ വെച്ചിരിക്കുക തേനെ. അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. ഞാൻ കണ്ടില്ലേ, ചെറിയ ഒരു ലെയറാണ് ഫേസിൽ പരട്ടിയിട്ടുള്ളൂ. ഇത്രയും പരട്ടിയാൽ മതി, അല്ലാണ്ട് കുറേ എടുത്ത് ഇങ്ങനെ കട്ടിയായിട്ട് ഫേസ് മാസ്ക് ഇടണ പോലെ പരട്ടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഈ എന്താ പറയുക, തേന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ എന്താണ് കുറച്ച് സ്റ്റിക്കി ആയിട്ടിരിക്കും. അങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഉരച്ച് കഴുകുകയാണോ ചെയ്യുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അത് ഇങ്ങനെ വാം വാട്ടറിൽ തന്നെ മെല്ലെ ഒന്ന് എന്താ പറയുക, സർക്കുലർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് മെല്ലെ പോയിക്കോളും. അപ്പോൾ സമാധാനത്തിൽ നിങ്ങൾ കഴുകി കളയാട്ടോ, അല്ലാണ്ട് ഉരച്ച് കളയാനൊന്നും നിൽക്കരുത്. ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വണ്ണാണ്, നിങ്ങൾക്ക് തേൻ പരട്ടിയിട്ട് എന്തെങ്കിലും അലർജി തോന്നുകയാണെങ്കിൽ വീണ്ടും യൂസ് ചെയ്യാം. ഒരിക്കലും ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് തേൻ പരട്ടിയിട്ട് അത് പറ്റുന്നില്ല, അത് അലർജി വരുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ വരുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ ഒരിക്കലും തേൻ യൂസ് ചെയ്യണ്ട കേട്ടോ. അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത എന്താണെന്ന് വെച്ചാൽ
തേൻ യൂസ് ചെയ്യണത് ആരൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ബി ഉണ്ടല്ലോ, അതായത് ഈ തേനീച്ചയോട് അലർജി ഉള്ളവർ ഈ തേൻ മുഖത്ത് പറട്ടരുത് കേട്ടോ, അത് ഒഴിവാക്കണേ. പിന്നെ രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരുണ്ടല്ലോ, സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ പാച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഫേസിലേക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി തേൻ പുരട്ടിയതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ചൊറിച്ചലോ അല്ലെങ്കിൽ ചോപ്പോ എന്തെങ്കിലും ഒക്കെ കാണുകയാണെങ്കിൽ അപ്പം തന്നെ കഴുകി കളയുക, ഉപയോഗം നിർത്തുക, പിന്നെ യൂസ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് തേനിനെ കുറിച്ചുള്ള വിവരങ്ങൾ. ഇത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാലേ ഞാൻ നെക്സ്റ്റ് ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അടുത്തത് നമ്മുടെ വീഡിയോ വരുന്നതുണ്ടല്ലോ, റൈസ് വാട്ടർ ഉണ്ടല്ലോ, അരിപ്പൊടി വെള്ളമല്ല, അരി കുതിർത്ത വെള്ളം. ഇത് സ്കിൻ കെയറിന് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മിസ്സാക്കാണ്ട് കാണണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.